പറഞ്ഞല്ലോ ലാസ്റ്റ് വീക്കിൽ ഈ ശൈത്യ അടക്കം തന്നെ പുറത്തത്തെ കാര്യം അകത്ത് പറയുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, അത് തിരിച്ചിങ്ങോട്ട് കിട്ടിയ പോലെ ആയിപ്പോയി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ ആ സൈബർ ബുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കയറിയത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. അങ്ങോട്ട് കയറി കഴിയുമ്പോ ശരി ഇത് നാരാണ് പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ഇവക്ക് അനുകൂലമായി മാറി. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമുക്ക് അനുകൂലമായി, ഓക്കെ, അത് കാരണം ആദിലാനൂറയ്ക്ക് നെഗറ്റീവായി എന്ന് തോന്നുന്നു. അതിലൂറൊക്കെ നെഗറ്റീവായി. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയിക്കിട്ട് അതിലെയും നൂറയും അതിലാ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞത് തന്നെ ഒരു ഊള പരിപാടിയാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും വരാനുള്ളൊന്നും വഴി തങ്ങില്ല, ഓട്ടോ പിടിച്ചാണല്ലോ അവിടെ എത്തിക്കുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിനു മുമ്പ് ഈ കട്ടപ്പാന്നൊരു പേര് വെറുതെ ട്രോള് പരിപാടി വന്നത്. ലക്ഷണം കെട്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. പക്ഷെ ഈ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ആ രീതിയിൽ വന്നു. അത് നമ്മളവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും.